നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മലയാളിയുമുണ്ടെന്ന് സൂചന. കോഴിക്കോട് സ്വദേശി അർജുൻ എന്നയാളെ 3 ദിവസമായി കാണാനില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അർജുൻ ഓടിച്ച ലോറി മണ്ണിനടിയിൽപ്പെട്ടതായി ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായി അർജുനെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെന്നും ആരും എടുക്കുന്നില്ലെന്നും അപകടം നടന്ന ഇടമാണ് ഫോണിന്റെ ലൊക്കേഷനായി കാണുന്നതെന്നും അർജുന്റെ ബന്ധുക്കൾ പറയുന്നു. അതേസമയം പരാതിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടു. സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ താൻ കർണാടക ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടെന്നും വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കി. കാസർഗോഡ് കളക്ടറോടോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോടോ കാര്യങ്ങൾ നേരിൽ അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചതായി മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ ആർടിഒമാരോട് കർണാടകയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായതിന് സമീപത്തുള്ള പുഴയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിവരികയാണ്. NDRF സംഘവും ഫയർഫോഴ്സും ഉൾപ്പെടെയാണ് തിരച്ചിൽ നടത്തുന്നത്. അർജുന്റെ ചില ബന്ധുക്കൾ കർണാടകയിലുണ്ട്. ഇവരാണ് രക്ഷാപ്രവർത്തകരെ വിവരമറിയിച്ചത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുകയും വിശ്രമിക്കുന്നതിനായി ലോറികൾ ഉൾപ്പെടെ നിർത്തിയിടുകയും ചെയ്യുന്ന പാതയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. 2 വാഹനങ്ങൾ മാത്രമേ മണ്ണിടിച്ചിലിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അധികൃതർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അപകടത്തെ അതിജീവിച്ച ഒരു യുവാവാണ് കൂടുതൽ പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്ന സംശയം പ്രകടിപ്പിച്ചത്. ഈ തിരച്ചിലിലാണ് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത്.